അനുമോളുടെ ഗെയിം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഈ ആഴ്ചയിൽ നമ്പർ 1 ഗെയിമറായിട്ട് തീർച്ചയായിട്ടും അനുമോൾ മാറിയിരിക്കുകയാണ്. അതിനു മുൻപ് ഈ ചാനൽ കാണുന്നവരൊന്ന് സബും ലൈക്കും ചെയ്യണേ. അനുമോളുടെ ഗെയിം ശരിയോ തെറ്റോ, പക്ഷേ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളാണ്. അക്ബറും അപ്പാനെയും റെനയും ഒരു കാര്യമില്ലാതെ അനുമോളുടെ പിറകെ നടന്ന് കുത്തി പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്താ മനസ്സിലാക്കാത്തത്? മുമ്പത്തെ സീസണൊന്നും ഇവർ കണ്ടിട്ടില്ലേ? പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവർക്ക് ജനസമ്മതി കൂടുകയാണെന്ന് മനസ്സിലാവുന്നില്ലേ? റെന ഫാത്തിമ നന്നായി സംസാരിക്കുന്നുണ്ട്, എല്ലാവരും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, അതിലുള്ളവരിൽ ടാസ്കുകൾ കളിക്കുന്നുണ്ട്. പക്ഷെ പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് ഇവർ കളിക്കുന്നില്ല എന്നുള്ളതാണ്. അനുവിനെതിരെ കളിക്കാൻ ഇത്തവണ ശരത്ത് റെനേനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആവശ്യമില്ലാതെ അനുമോളെ പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കാനാണ് റെനേനോട് പറയുന്നത്. എന്നിട്ട് റെനേനെ അനുമോൾ തല്ലുന്ന ഘട്ടം വരെ എത്തിക്കണം എന്നാണ് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. ഇതിന് മുൻപത്തെ ഒരു 4th സീസണിൽ ജാസ്മിനും റിയാസും കൂടി ഗൂഢാലോചന നടത്തി റോബിനെ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് പുറത്താക്കിയത് ഇങ്ങനെ തന്നെയായിരുന്നില്ലേ? ഇത്രയൊക്കെ ആയിട്ടും അനുമോൾക്ക് ഒരു കുലുക്കും ഇല്ലാതെ അനുമോൾ കല്ല് പോലെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പ്രവോക്ക് ചെയ്യുന്ന സമയത്ത് പട്ടിയെ പോലെ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരു അനക്കമില്ലാതെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അനുമോൾ. കുറേ പേർ ചേർന്ന് കൂട്ടം കൂടി ഒരാളെ പ്രവോക്ക് ചെയ്യുമ്പം അയാൾക്ക് ജനസമ്മതി പുറത്തു കൂടുന്നത് എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്തത്? എന്ത് തന്നെയായാലും അനുമോൾ ശരിക്കും കത്തി കയറുക തന്നെയാണ് ചെയ്യുന്നത്.